ഹലോ ഗൈസ്, ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമിയോട്ട് സ്വാഗതം. ഇന്ന് 6-ാം തീയതി ഓഗസ്റ്റ് നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുള്ള ട്രേഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ട്രേഡ്സിന്റെ റീസൺസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് 9:45-നാണ്. അത് കഴിഞ്ഞിട്ട് 9:40 നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് 260-ലാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ 50-500ന്റെ കോള് വാങ്ങിക്കുന്നതും അതുപോലെ അത് സെല്ല് ചെയ്യുന്നത് 271-നാണ്. അതുപോലെ പിന്നീട് 9:52-നാണ് നമ്മൾ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്നത്. അത് 50,200ന്റെ പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. 198-ന് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് 218-നാണ്. ഇതിന് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4,675 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രേഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രാഡേ ട്രേഡേഴ്സ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാർക്കറ്റ് രാവിലെ 9:15 ഓപ്പൺ ആവുന്ന സമയത്ത് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ചാർട്ടാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിന് 3 ചാൻസസ് ഉണ്ട് ഓപ്പൺ ആവാനുള്ള. ഒന്ന് ഗ്യാപ്പ് അപ്പ് ആവാം, ഒന്ന് ഗ്യാപ്പ് ഡൗൺ ആവാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആവാം. ഈ 3 രീതിയിലുള്ള ഓപ്പണിങ്ങിനും 3 സ്ട്രാറ്റജീസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്ന ഫസ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. സ്ട്രോങ് ബയേഴ്സ് ആണോ സ്ട്രോങ് സെല്ലേഴ്സ് ആണോ എന്നുള്ളത്. ഇവിടെ എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്ട്രോങ് ബയർ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, സെല്ലേഴ്സിന് ഫോം ചെയ്തു. ഒരു കൺസോളിഡേഷനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അവരെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു വലിയൊരു ക്യാൻഡിൽ, ബയേഴ്സിന്റെ ക്യാൻഡിൽ ഫോം ചെയ്യിപ്പിച്ചു. അതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് അതിന് ശേഷം വലിയൊരു ഇറക്കമാണ്, വലിയൊരു റെഡ് ക്യാൻഡിൽ ഇട്ടിട്ട് താഴോട്ട് മാർക്കറ്റിനെ പുഷ് ബാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ബയർ ഉണ്ടായിട്ടുണ്ട്, സ്ട്രോങ് ബയർ. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് സെല്ലറും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 1 മിനിറ്റ് ആണ് ടൈം ഫ്രെയിം. നമുക്ക് 3 മിനിറ്റ് ആക്കാം, 5 മിനിറ്റ്സ് ആക്കാം. 1 മിനിറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡിന്റെ ആക്യുറസി ഒന്നുകൂടെ കൂടും. കാരണം നമ്മൾ എടുക്കുന്നത് ഓപ്ഷൻസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് ചാർട്ടിലെ മൂവ്മെന്റ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്യാൻഡിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു വലിയൊരു ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് മോസ്റ്റ് പ്രോബബിലി ഈ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് വരും എന്നുള്ളതാണ്. അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ 100% മാർക്കറ്റിന് കൊടുത്തിരിക്കണം. ടൈം വേഴ്സ് PSY എന്ന് പറയും, സൈക്കോളജി വേഴ്സ് ടൈം. ഇത്രയും ടൈം നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് താഴെ എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് ഒബ്വിയസ്ലി പുതിയ സെല്ലർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് വലിയ ഈ റെഡ് ക്യാൻഡിലിൽ ഡബിൾ സെല്ലേഴ്സ് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം പുതിയ സെല്ലേഴ്സ് ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ ഈ ഗ്യാപ് ഡൗൺ ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം മാർക്കറ്റ് ഒബ്വിയസ്ലി മാർക്കറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ മാർക്കറ്റ് മുകളിലേക്ക് കയറും എന്നുള്ള ഇൻഡിക്കേഷനിലാണ് ഈ കോൾ ട്രേഡ് നമ്മൾ എടുക്കുന്നത്. ഈ കോൾ ട്രേഡ് വെറും ഫ്യൂ സെക്കൻഡ്സിലാണ് മാർക്കറ്റ് അതിന്റെ ടാർഗറ്റിലോട്ട് വരുന്നത്. കാരണം ഇവിടുന്ന് പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 944 ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്യാൻഡിൽ സ്ട്രോങ് ബൈ ക്യാൻഡിൽ അല്ല ഉണ്ടായിട്ടുള്ളത്, സ്ട്രോങ് ഒരു ഹാമർ ക്യാൻഡിൽ അല്ല നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ കുറവാണെന്ന് മാത്രം ബൈങ് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് ഈ കൺസോളിഡേഷൻ നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത് മാർക്കറ്റ് ഫർദർ ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിക്കേഷൻ തരുന്നത്, ഈ പ്രൈസ് ആക്ഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രി നമ്മൾ ഈ ക്യാൻഡിലെ നമ്മൾ ഫോം ചെയ്തിട്ട് നമ്മൾ ഈ ക്യാൻഡിലിന്റെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ എക്സിറ്റ് കൊടുക്കുകയാണ്. അടുത്ത ട്രേഡ് വെരി സിമ്പിൾ ട്രേഡാണ് നമ്മൾ ചെയ്യുന്നത്. 50,200 പുട്ടും അതുപോലെ എക്സിറ്റ് വരുന്നത് 218-നും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. വെറും ഫ്യൂ സെക്കൻഡ്സ് ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രേഡിന്റെ എക്സിക്യൂഷൻ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കാം. നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് വരുന്നത്. ഈവൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല,
സപ്പോർട്ട് ടച്ച് ചെയ്യാതെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോലി ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സി ആ റേഞ്ചിലോട്ട് തന്നെ മാർക്കറ്റ് വന്ന് ഈവൻ ഒരു പുഷ് ബാക്ക് പോലും ഇല്ലാതെ മാർക്കറ്റ് എന്ത് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നു. ഓക്കെ, അപ്പൊ മാർക്കറ്റിന്റെ ഒരു പ്രൈസ് ആക്ഷൻ സ്റ്റഡി 100% നമ്മൾ ചെയ്തിരിക്കുന്നു. എന്താണ് മാർക്കറ്റ് ഓൾ അബൌട്ട്, എന്താണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ സിമ്പിൾ ട്രേഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്ന 100% നമുക്ക് ഉറപ്പായ സമയത്ത് ഈ ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് പോകുന്നതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെട്ടിട്ട് നമ്മൾ 1:2 ടാർഗറ്റിലേക്ക് പോയത്. അതുപോലെ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകില്ല എന്ന് ഉറപ്പുണ്ടായതിനെ കൊണ്ടാണ് നമ്മൾ താഴോട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് ട്രേഡിന്റെ ആക്യുറസി ലെവൽ 90% മുകളിലാണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കാരണം ഗൈസ്. എന്നാലും സെവൻത്ത് നമ്മൾ ഇന്നത്തെ ട്രേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമിയുടെ പുതിയ ലേണിംഗ് സെക്ഷൻ നമ്മൾ ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്.